നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കേരളത്തിൽ അഡ്മിഷൻ പ്രോസസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ആയിട്ട് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് CPAS, അതായത് നേരത്തെ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ടായിരുന്ന SME എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻസിന്റെ പകരക്കാരനാണ് CPAS. അപ്പോൾ CPAS എന്ന് പറഞ്ഞ സെന്റർ ഫോർ പ്രൊഫഷണൽ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ഒരു സൊസൈറ്റി ആയിട്ട് രൂപീകരിച്ച് നിരവധിയായിട്ടുള്ള മെഡിക്കൽ കോഴ്സുകളിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. BSc നഴ്സിംഗിനാണെങ്കിലും ഏകദേശം 9 നഴ്സിംഗ് കോളേജുകളാണ് CPASന്റെ അണ്ടറിൽ ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ മാനേജ്മെന്റ് സീറ്റുകളിലേക്കാണ് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. LBSനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ്, റിസർവേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം CPAS വഴി ലഭിക്കുന്നതാണ്. കാരണം LBS വഴി ലഭിക്കുന്ന SC ST OBC അങ്ങനെയുള്ള റിസർവേഷൻസ് കൂടാതെ തന്നെ NSSനും ഇവിടെ വെയിറ്റേജ് നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതുകൂടാതെ തന്നെ ഈ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തുള്ള കുട്ടികൾക്ക് വേണ്ടി 10% വരുന്ന റീജിയണൽ റിസർവേഷൻസും കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും റിസർവേഷനുകളും LBSനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ CPAS വഴിയാണ് കൂടുതൽ ലഭിക്കാൻ സാധിക്കുന്നത്. ഇവിടെയും PCB കണക്കാക്കി തന്നെയാണ് അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ നേടേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി വിഭാഗത്തിനായാലും OBC വിഭാഗത്തിനാണെങ്കിലും ഇവിടെ ഫുൾ ഫീസ് തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ നൽകുന്ന സെയിം ഫീസ് തന്നെ നൽകി നമ്മൾ അഡ്മിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, CPASലുള്ള കോളേജുകളുടെ എല്ലാം തന്നെ പേരന്റ് ഹോസ്പിറ്റലുകൾ ഗവൺമെന്റ് തലത്തിലുള്ള ഹോസ്പിറ്റലുകൾ, ജനറൽ ഹോസ്പിറ്റലുകളൊക്കെ തന്നെ ആകാം. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ട്രെയിനിങ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. പക്ഷേ എങ്കിൽ തന്നെ ഈ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ബേസിൽ നിങ്ങൾക്ക് കോളേജുകൾ തിരഞ്ഞെടുക്കുവാനായിട്ടും നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഈ SMEയുടെ 9 ബ്രാഞ്ചുകളും ഏകദേശം കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ ഈ കോളേജുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നഴ്സിംഗ് കോഴ്സുകൾ മാത്രമല്ല, ഇവിടെ മറ്റുള്ള കോഴ്സുകളായിട്ടുള്ള ഫിസിയോതെറാപ്പി, ഫാർമസി, MLT, മെഡിക്കൽ മൈക്രോബയോളജി അങ്ങനെയുള്ള കോഴ്സുകളും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ CPASന്റെ കീഴിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാർമസി കോഴ്സിനും ഫിസിയോതെറാപ്പി കോഴ്സിനും 2 കോളേജുകൾ വീതമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ MLTക്ക് ആണെന്നുണ്ടെങ്കിൽ 4 സെന്ററുകൾ, 4 കോളേജുകൾ അവൈലബിൾ ആണ്. മെഡിക്കൽ മൈക്രോബയോളജിക്ക് ആണെങ്കിൽ 1 കോളേജാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു കോഴ്സുകളിലേക്കും ഈ CPASന്റെ ഈ ഒറ്റ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് BSc നഴ്സിംഗ് മാത്രമാണ് താല്പര്യമെങ്കിൽ BSc നഴ്സിംഗ് മാത്രം വെച്ച് കൊടുക്കുക. മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകളും ഇപ്പോൾ ഓപ്ഷണലായിട്ട്, ഇപ്പം BSc നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം ഓപ്ഷണലായിട്ട് ഫിസിയോതെറാപ്പിയോ BPharmോ ഒക്കെ ആണെങ്കിൽ നോക്കുന്നെങ്കിൽ അതും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. BPharmന്റെ അഡ്മിഷന് വേണ്ടി കീമിന്റെ റാങ്കിങ് കൂടെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അഡ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ പറഞ്ഞേക്കുന്നതനുസരിച്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. CPASന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കയറി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ, ആപ്ലിക്കേഷൻസ് എങ്ങനെയൊക്കെ കൊടുക്കേണ്ടതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ജൂൺ മാസം 30-ാം തീയതി വരെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ ഓടിക്കയറി ഈ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നതിന് പകരം എന്തൊക്കെ റിസർവേഷൻ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റുകളൊക്കെ തയ്യാറാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻസ് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.